വലിയ മാറ്റത്തിന് വഴിവെക്കുമെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ രാജ്യത്തെ ശിഥിലമാക്കുകയാണ് ചെയ്യുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി അഭിപ്രായപ്പെട്ടു. ഗാന്ധി ജയന്തി ദിനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഒറ്റത്തെരഞ്ഞെടുപ്പും ഫെഡറലിസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഇന്ത്യയിൽ നിലനിർത്തുന്ന ഈ വ്യവസ്ഥിതി അതിനെവിടെയെങ്കിലും കേടുപാട് വരുത്തിയാൽ തകർന്നു പോകും. രാഷ്ട്രശില്പികളായ നെഹ്റുവിന്റെയും സർദാർ വല്ലഭായി പട്ടേലിന്റെയും മൗലാന അബുൽ കലാം ആസാദിന്റെയും സരോജിനി നായിഡുവിന്റെയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലുണ്ടായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും ദീർഘവീക്ഷണങ്ങളെ അഭിമാനപൂർവ്വം സ്മരിക്കേണ്ട സന്ദർഭമാണ്. എന്തുകൊണ്ടാണ് ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു വ്യവസ്ഥിതിയുണ്ട്. പ്രസിഡന്റ് അദ്ദേഹമാണ് സുപ്രീമോ, അദ്ദേഹമാണ് പ്രഥമ പൗരൻ. പക്ഷെ അദ്ദേഹം അധികാരം വിധേയപ്പെട്ട് നിൽക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തോട്. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നതിനുള്ള RSSന്റെ ഒളി അജണ്ടയാണ് ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയെ ഒരുമിപ്പിക്കുന്നതിന് ക്രാന്തദർശികളായ നമ്മുടെ രാഷ്ട്രശില്പികൾ കൈമൈ മറന്ന് പരുവപ്പെടുത്തിയ നമ്മുടെ വ്യവസ്ഥിതിയെ തകർക്കാൻ ആരെയും അനുവദിക്കരുതെന്നും സാദിഖ് അലി പറഞ്ഞു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് CH അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൽ മനാഫ്, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ KK സക്കറിയ, AV അലി, അസീസ് മന്നലാങ്കുന്ന്, TA ഫഹദ്, സാബിർ കടങ്ങോട്, ഷജീർ പുന്ന, MSF സംസ്ഥാന സെക്രട്ടറി SA അൽ റസിൻ എന്നിവർ സംസാരിച്ചു.